ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കനേഡിയൻ മലബാരി. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിരിക്കുകയാണ്. സമയം വന്നിട്ട് ഇപ്പോൾ ഒരു 4:10 ഞങ്ങളൊരു ട്രാവലിങ്ങിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. നമ്മളെങ്ങോട്ടാ പോന്നെ? എന്തിനാ പോന്നെ? ഞാനത് നാളെ പറയാന്ന് വിചാരിച്ചു. എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ? ഫസ്റ്റ്. അങ്ങനെ അതെ, നമ്മളിപ്പോൾ പോകുന്നത് വിക്ടോറിയ ഐലൻഡിലോട്ടാണ് കേട്ടോ. എന്തിനാന്നുള്ളത് വിഷ്ണു ഓൾറെഡി പറഞ്ഞു തന്നല്ലോ. നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല, നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. ഇപ്പം സമയം ഓൾമോസ്റ്റ് ഒരു 6 o'clock ഒക്കെ ആയിട്ടുണ്ടാവും. 7 AM നമ്മുടെ BC ഫെറി. ഫസ്റ്റ് ഫെറി വന്നിട്ട് 6 AM, സെക്കൻഡ് ഫെറി വന്നിട്ട് 7 AM ആണ്. അപ്പം അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ടെർമിനലിലോട്ടാണ് നമ്മളിപ്പം വണ്ടി എടുത്തിട്ട് പോകുന്നത്. നമുക്ക് വണ്ടി എടുത്തിട്ട് BC ഫെറിയിലോട്ട് പോവാട്ടോ. അതിന് എക്സ്ട്രാ ചാർജസ് ഒക്കെ ഉണ്ട്. സോ ചാർജസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലോട്ട് ഇടുന്നതായിരിക്കും. പിന്നെ ഈ BC വിശേഷങ്ങളും സെലിബ്രേഷൻസും ഒക്കെ ഞാൻ ഒരു 2 വീഡിയോസിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പൊ 2 വീഡിയോസും കാണാൻ മറക്കരുത് കേട്ടോ. BC ടിക്കറ്റ്സ് ഒക്കെ നമ്മൾ എടുത്തിരിക്കുന്നത് ഓൺലൈൻ ത്രൂ ആട്ടോ. അപ്പം BC ഫെറീസ് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് ലൊക്കേഷനിലോട്ടാണോ പോകുന്നത് അവിടത്തേക്കുള്ള ടിക്കറ്റ്സ് എടുക്കാൻ പറ്റും. ഞങ്ങൾ എടുത്തിരിക്കുന്നത് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്സ് ഒരുമിച്ചിട്ടായിരുന്നു എടുത്തത്. അപ്പം നമ്മൾ വിത്ത് വെഹിക്കിൾ ആയതുകൊണ്ട് അതിൻ്റെ എക്സ്ട്രാ ചാർജസും ഉണ്ടാവും. അപ്പോൾ വിത്ത് വെഹിക്കിൾ വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഡിക്ലറേഷനും കൊടുക്കണം. ലൈക്ക് ഹൈറ്റ് എത്രയാണ് വണ്ടിയുടെ, വെയിറ്റ് എത്ര ഉണ്ടാവും, പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും വണ്ടിയിൽ എന്തെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പല സമയത്തുള്ള ഫെറി ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് മോർണിംഗ് സ്റ്റാർട്ടിങ് ഫ്രം 6 AM ടു നൈറ്റിൽ ലാസ്റ്റ് ഫെറി വന്നിട്ട് 9 PM ഉള്ളത്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് രാവിലെ 7 AM സോ ഇൻക്ലൂഡിങ് വെഹിക്കിൾ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു $103 ആണ് ആയിരിക്കുന്നത് വിത്ത് ദി വെഹിക്കിൾ വന്നിട്ട്. അപ്പൊ നമ്മുടെ ബോർഡിങ് വന്നിട്ട് ഉണ്ടായത് സ്വാസൻ എന്ന് പറഞ്ഞ പ്ലേസിന്നായിരുന്നു. പിന്നെ നമ്മള് ഡെസ്റ്റിനേഷൻ വന്നിട്ട് സ്വാർട്സ് ബേ എന്ന് പറഞ്ഞ വിക്ടോറിയയുടെ ടെർമിനലിലായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1 hour 35 minutes ആയിരുന്നു ഇതിന്റെ ഡ്യൂറേഷൻ ഉണ്ടായത്. നമ്മൾ അങ്ങനെ BC ഫെറീസിന്റെ ടെർമിനലിൽ എത്തിയിരിക്കുകയാണ്. ഈ ഓൺലൈൻ റിസർവേഷൻ ചെയ്തുകൊണ്ട് ജസ്റ്റ് ബാർകോഡ് മാത്രം ഇവിടുന്ന് സ്കാൻ ചെയ്യത്തുള്ളൂ. പിന്നെ നമുക്ക് ഏത് ലെയിനിലോട്ടാണ് വണ്ടി പോകേണ്ടതെന്നും കൂടി അവിടുന്ന് പറഞ്ഞുതരും. ഇൻ കേസ് നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ ഡയറക്റ്റ് റിസർവേഷനും കൂടി ചെയ്യാൻ പറ്റും കേട്ടോ. BC ഫെറീസിൽ ഓൾമോസ്റ്റ് 2500 പാസഞ്ചേഴ്സ് വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 200 കാർസ് വരെ ഫെറിന് ക്യാരി ചെയ്യാൻ പറ്റും. ഇനി ഇൻ കേസ് അത് ചെറിയ ഫെറി ആണെങ്കിൽ അവർക്കൊരു 34 കാർസും 200 പാസഞ്ചേഴ്സ് ആണ് അതിന്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഏത് ലൈനാന്നൊക്കെ ഉള്ളത് അവിടെ ഓൾറെഡി റോഡിൽ തന്നെ അവര് നമ്പർ കോട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ആ ലൈനിൽ പോയിട്ട് നിന്നാൽ മതി. അവര് എല്ലാ ലൈൻസും ഒരുമിച്ചിട്ട് ഓപ്പൺ ചെയ്യില്ല. ഓരോ ലൈന് ഫിൽ ആവുന്നതിനനുസരിച്ചിട്ടായിരിക്കും അവര് ഈച്ച് ലെയിൻസ് ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. ഒരു ഓൾമോസ്റ്റ് ഒരു 5-6 ലെയിൻസ് ഒരുമിച്ചിട്ടുണ്ടാവും.
അപ്പം ഫെറി ഓൾമോസ്റ്റ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലെയിനാണോ ഫസ്റ്റ് വന്ന് ഫില്ലായത് അതായിരിക്കും സ്റ്റാർട്ടിങ് പോവുക. അപ്പൊ ഇതായിരുന്നു നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഓൺലൈൻ റിസർവേഷൻ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നും ഉണ്ടായില്ല. സോ നമുക്ക് ജസ്റ്റ് ലെയിൻ ടിക്കറ്റ് മാത്രം അവർ തന്നു. സമയം 6:30 ആയിട്ടോ. അപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ ലെയിനും ഫിൽ ആയിട്ടുണ്ടായി. അപ്പം ഒരു 6:35 ഒക്കെ ആയപ്പം അവർ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. ഷാർപ്പ് 7 o'clock ഫെറി മൂവ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇവിടെ ലെയിൻ സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ. മാക്സിമം 20 kilometers/h സ്പീഡേ പാടുള്ളൂ. അപ്പം എല്ലാവരും വണ്ടി ഭയങ്കര സ്ലോ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക ഫെറിയിലോട്ട് റീച്ച് ആവുന്നവരെ. ഈ കാണുന്ന 5th berthൽ വെറും കാർസിന് മാത്രമേ അലൗഡ് ഉള്ളൂ. ഇവിടെ വാക്കിംഗ് പാസഞ്ചേഴ്സിന് വേറെ തന്നെ ഒരു ലെയിനാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് കുറച്ചും കൂടി ഒരു അപ്പർ ലെയിനിലാണ് അവർ വരുന്നത്. അങ്ങനെ നമ്മൾ ഇതേ ബേസി ഫെറിയിലോട്ട് കയറാണ്. അപ്പൊ നിങ്ങൾ അവിടെ ദൂരെ നിന്ന് കാണുന്നുണ്ട് കുറെ ആൾക്കാർ നടന്നു വന്ന്. അതാണ് വാക്കിംഗ് പാസഞ്ചേഴ്സിനുള്ള പാത്വേ. സോ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് നമ്മൾ ഫസ്റ്റ് പോവുക പാർക്കിംഗ് ഡെക്കിലോട്ടാണ്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി അപ്പർ ഡെക്കിലോട്ട് പോവാം. ഇവിടെ ഒരു സൺ ഡെക്ക് എന്നിട്ടൊരു സംഭവമുണ്ട്. ലൈക്ക് സ്ട്രെയിറ്റ് അവേ ഓപ്പൺ സീ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡെക്കാണ്. ലൈക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഫെറീസിലൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ആ ഡെക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് ആക്ച്വലി ഞാൻ വിചാരിച്ചു ഈ ഒരു ഫെറീനില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പീസ്ഫുള്ളി ഈ ഫെറിയിലൊക്കെ ഇരുന്ന് കുറെ നേരം ഉറങ്ങുകയൊക്കെ ചെയ്തു. കാരണം ഓൾമോസ്റ്റ് 1.5 hour ട്രാവൽ ഉണ്ടല്ലോ. അപ്പൊ നന്നായി ഉറങ്ങുകയൊക്കെ ചെയ്ത് നേരത്തെ ഇറങ്ങിയതല്ലേ. അപ്പം എല്ലാവരും ഇത് മുകളിലോട്ടേക്ക് പോകുന്ന കണ്ടിട്ട് ഞാൻ ജസ്റ്റ് പോയതായിരുന്നു. അപ്പം ഈ ഓപ്പൺ ഡെക്ക് കണ്ടപ്പം ഭയങ്കര വിഷമമായി. നേരത്തെ വരായിരുന്നു. കാരണം നമുക്കിങ്ങനെ അനൗൺസ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായി. ലൈക്ക് ഡ്രൈവേഴ്സ് ഒക്കെ ബാക്ക് ടു കാറിലോട്ട് പോകണം, ഫെറി ലാൻഡ് ആവാറായി എന്നൊക്കെ പറയുന്നുണ്ട്. സോ നമുക്ക് കുറച്ചൊരു 2-3 minutes മാത്രമേ എനിക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ എന്തായാലും ഫെറിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ഡെക്കിലൊക്കെ പോയിട്ട് ഒന്ന് നോക്കൂ കേട്ടോ. പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു. ലൈക്ക് നമ്മള് മിഡിൽ ഓഫ് ദി സീ ആയതുകൊണ്ട് ഭയങ്കര കോൾഡായിരുന്നു. രാവിലെ 6 മണിക്ക്
4:30 എഴുന്നേറ്റ് പോയണ്ടേ, നല്ല അതിമനോഹരമായ വിശപ്പൊക്കെ ഉണ്ടായി. പിന്നെ നമ്മളൊന്നും കോഫി വാങ്ങാനൊന്നും നിന്നില്ല, കാരണം ഫസ്റ്റ് ടൈം പോവല്ലേ. അപ്പൊ എത്ര സമയം മുന്നേ എത്തണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ പോയതായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഫെറിയിൽ വെച്ച് കഴിക്കാന്ന് വിചാരിച്ചു. ഇവിടെ കുറച്ച് മാഗസിൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്, കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബ്രോഷേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് എവിടെയെങ്കിലും നമ്മൾ പോകുന്ന ലൊക്കേഷനിൽ എന്തൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഓപ്ഷൻസ് ഉള്ളൊരു ബ്രോഷേഴ്സും അവിടെ ഉണ്ടായി. ഈ കാണുന്ന ക്യൂ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ക്യൂ ആട്ടോ. ഫെറി എടുത്തിട്ടില്ല, അപ്പോഴേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ക്യൂലോട്ടൊക്കെ നിന്നായിരുന്നു. കാരണം ഭയങ്കര വിശപ്പായിരുന്നു. അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടി പീസ്ഫുൾ ആയിട്ടിരുന്ന് സംസാരിക്കാന്നൊക്കെ വിചാരിച്ചു. ഇതാണ് അവരുടെ കഫറ്റേരിയ. അത്യാവശ്യം സ്പേസ്ഫുൾ ആയിട്ടുള്ള ഒരു കഫറ്റേരിയ ആണ്. മെന്യൂസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിഫറെന്റ് മെന്യൂസ് ഒക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ വിഷ്ണു അത്ര ഹാപ്പി ആയിരുന്നില്ല മെനുവില്. പിന്നെ എൻഡ് ഓഫ് ദി ഡേ ഇതൊരു കേറ്ററിംഗ് സർവീസ് അല്ലേ, അപ്പം അവിടെ നിന്ന് കുക്ക് ചെയ്യുന്ന ഷെഫ് ഒന്നല്ലല്ലോ. സോ അതുകൊണ്ട് നമ്മൾ സമാധാനിച്ചു. ഫുഡിന് വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും നല്ല അടിപൊളി വെന്യൂ ഒക്കെ ആയിരുന്നു. അപ്പൊ അത് കണ്ടുകൊണ്ട് പെട്ടെന്ന് എൻ്റെ ഫുഡൊക്കെ തീർന്നു. പിന്നെ ഞങ്ങളൊരു എന്താ ഓൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഓർഡർ ചെയ്തത്. ഹാം ഉണ്ടായി, പിന്നെ സോസേജ് ഉണ്ടായി, അങ്ങനെ കുറെ ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ഉള്ള ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് മാതിരിയുള്ള ഒരു സംഭവം. ലൈറ്റ് ആയിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായി. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, പാസഞ്ചേഴ്സിന് ഇരിക്കാനൊക്കെ ഉള്ള. മുമ്പ് കാണുന്നില്ലേ, അതുമാതിരി ഇരുന്നിട്ട് പോകേണ്ടതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ബിസിനസ് സെന്റർ ഉണ്ട്. കാരണം ഫെറി നമ്മൾ വെറും ടൂറിസ്റ്റ് ലൊക്കേഷൻസിലോട്ട് മാത്രം പ്രിഫർ ചെയ്യുന്ന ട്രാവലിംഗ് മാത്രമല്ല ഫെറീസ് എന്ന് പറയുന്നത്. ഈവൻ ഡെയിലി വർക്കിങ്ങിന് പോകുന്ന ആൾക്കാർ വരെ പ്രിഫർ ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ മോഡാണ് ഫെറീസ്. സോ അതുകൊണ്ട് തന്നെ ഒരു മിനി ബിസിനസ് സെന്റർ ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പൊ കാണുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെ ഉണ്ടല്ലോ, ദയവ് ചെയ്ത് അതിൻ്റെ ഉള്ളിലൊന്നും കയറരുത്. കാരണം $100 കുറഞ്ഞിട്ടുള്ള ഒരു സംഭവം അതിൻ്റെ ഉള്ളിലില്ല. ഒരു അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യൂ ആയിരുന്നു ഇത്. നമ്മൾ ഓൾമോസ്റ്റ് ഫെറി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ബിറ്റ്വീൻ ദി ജേർണി ആയപ്പം നല്ല ഭംഗിയുള്ള ഐലൻഡ്, ഒരുപാട് ഐലൻഡ് ഉണ്ട്. ഇതൊക്കെ സീ തന്നെയാ കേട്ടോ. അപ്പൊ അതിന്റെ നടുക്കുള്ള ചെറിയ ചെറിയ ഐലൻഡ്സ് ഒക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ ഞാൻ അവസാനം ആ ഡെക്ക് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. ഉറക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങാറായപ്പോ ഞാൻ വന്നതായിരുന്നു അവിടെ. ഇതൊരു ഓപ്പൺ ഡെക്കായിരുന്നു.
എനിക്കൊരു ആക്രാന്തം പോലെയായിരുന്നു എനിക്ക് ഈ ഡെക്ക് കണ്ടപ്പോൾ. ഭയങ്കര സന്തോഷമായി. ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു. അപ്പൊ വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട് അവിടുന്ന് അനൗൺസ്മെന്റ് വരുന്ന ഡ്രൈവേഴ്സ് ഒക്കെ തിരിച്ചു പോകണമെന്ന്. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്ന പോലെയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അവിടുന്ന് ഇറങ്ങി വരാൻ തോന്നിയില്ല. അവസാനം നമ്മൾ സ്വാറ്റ്സ് ബേയിൽ എത്തിയിട്ട് ഞങ്ങള് വിക്ടോറിയ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പം അവിടത്തേക്ക് ഇറങ്ങാണ്. ഒരു ലെയിനിനനുസരിച്ചിട്ട് കാർസ് ഒക്കെ മൂവ് ആകാൻ തുടങ്ങുള്ളൂ. നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ചൈന ടൗണിലോട്ടാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറച്ച് സമയമുള്ളൂ. അപ്പൊ മാക്സിമം സ്പോട്ട് നമുക്ക് കവർ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അപ്പൊ ഫസ്റ്റ് തന്നെ ചൈന ടൗണിലോട്ട് പോയി. ടൈം ഓൾമോസ്റ്റ് ഒരു 9 AM ആയതേ ഉള്ളൂ. കാരണം ഫെറിന്ന് സ്ട്രീറ്റ് വേ നമ്മൾ പോയത് ചൈന ടൗണിലോട്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ക്രൗഡഡ് ആയിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. അത് മാത്രമല്ല വീക്ക് ഡേയ്സ് ആയതുകൊണ്ട്, വർക്കിംഗ് ഡേയ്സും കൂടി ആയതുകൊണ്ട് അപ്പൊ അതിൻ്റെതായ കുറെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായി. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഡിഫറെന്റ്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എന്നെ ഒരു കൗതുകമാക്കിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പാർക്കിംഗ് ആണ്. നോർമലി വാൻകൂവറിലായാലും അല്ലെ നമ്മുടെ ഏരിയയിലൊക്കെ പാർക്ക് ചെയ്യുമ്പം ഈ പേ പാർക്കിംഗ് സംഭവമുണ്ട്. അപ്പൊ ഈ പേ പാർക്കിംഗ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറിന്റെ നമ്പർ പ്ലേറ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പേ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനും പോലും അവിടെ ഒരു പേ സ്പേസ് ഉണ്ടാവും. ആ പേ സ്പേസിന്റെ നമ്പർ നോട്ട് ചെയ്തിട്ട് വേണം പേ ചെയ്യാൻ. നമ്മൾ പിന്നെ പോയിരിക്കുന്നത് ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നാരോവസ്റ്റ് സ്ട്രീറ്റ്, ഷോപ്പിംഗ് സ്ട്രീറ്റ് ഇൻ നോർത്ത് അമേരിക്ക, അതായത് ഫാൻറ്റാൻ അലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ സ്പോട്ട്. ഇത് ഭയങ്കര നാരോ ആണ്. ലൈക്ക് നാരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നേരിയ റോഡൊക്കെയാണ്. ഒരുപാട് ദൂരമൊന്നുമല്ല. ഈ കാണുന്ന എൻഡ് വരെയുള്ളൂ. ഇപ്പൊ കുറെ ഷോപ്പിംഗ് ഓപ്ഷൻസ് ഒക്കെ ഇതിലൂട്ടുണ്ട്. അപ്പൊ ഇതൊരു ഭയങ്കര ഒരു എന്താ ഒരു കാച്ചി സ്പോട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ നാരോ ലെയിൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇത് ഭയങ്കര അപൂർവമാണ്, കാണാൻ പറ്റുന്നില്ല. സോ അത് ഭയങ്കര ഒരു ആൾക്കാരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു സ്പോട്ട് കാണാൻ വേണ്ടി. ചൈന ടൗൺ ഒക്കെ മതിയായപ്പോ നമ്മൾ നേരെ പോയൊരു ഗവൺമെന്റ് സ്ട്രീറ്റിലോട്ടാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് ഇവിടുത്തെ പാർലമെന്റ് ഓഫീസ് കാണാൻ. ഇത് നേരെ കാണുന്നത് നമ്മുടെ ഫെയർമൗണ്ട് ഹോട്ടലാണ്. സോ അതിന്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ പാർലമെന്റ് ഓഫീസ് വരുന്നത്. അതിന്റെ ഉള്ളിലൊന്നും കയറാനൊന്നും പറ്റൂല. പക്ഷെ ഞാനും വിഷ്ണു കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. കാരണം ഭയങ്കര വ്യൂ ആണ്, അതിഗംഭീരമായ വ്യൂ ആയിരുന്നു അവിടെ ഉണ്ടായത്. ഇതാണ് കേട്ടോ നമ്മുടെ പാർലമെന്റ് ബിൽഡിങ്. ഇതല്ല, അപ്പുറത്തെ നേരെ ഓപ്പോസിറ്റ് ഇതാണ് നമ്മുടെ പാർലമെന്റ് ബിൽഡിംഗ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത് സൈഡ് വ്യൂ ആണ്. സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ വേറെ ഒന്നും. ഞാൻ നേരത്തെ പറഞ്ഞ പാർക്കിംഗ് സ്പേസ് ഉണ്ടല്ലോ, ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് പേ ചെയ്യാൻ.
നിങ്ങൾ ഇതിന്റെ വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡാണിത്. ഒരുപാട് വലുതൊന്നല്ല, അത്യാവശ്യം ചെറുതായിട്ടുള്ള ഒരു ഐലൻഡ് തന്നെയാണ്. നമ്മൾ പാർലമെന്റിന്റെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ബീച്ചിലോട്ട് പോയി. ബീച്ചിലോട്ട് അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചായിരുന്നു. അപ്പം ഞാനും വിഷ്ണുവും കൂടെ ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങാന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു കേട്ടോ. എങ്ങനെയാ അതിൽ കുറെ പിള്ളേരൊക്കെ ഇങ്ങനെ ഓടി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഇതെങ്ങനെയാ തണുപ്പ് മാനേജ് ചെയ്യുന്നതെന്നുള്ള ഒരു ഐഡിയ ഇല്ല. നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ലേ കഴിച്ചുള്ളൂ, പിന്നെ അത്യാവശ്യം കറങ്ങിയല്ലോ. അപ്പം ഞാൻ ഓൾറെഡി ഇന്നത്തെ ദിവസത്തിന് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് കെഫെ മലബാർ എന്നിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ തപ്പിപ്പിടിച്ച് കണ്ടെത്തിയതായിരുന്നു. വിക്ടോറിയ പോയിട്ട് നല്ല ബേഷായിട്ട് നമ്മുടെ നാടൻ ഫുഡ് അടിക്കണം എന്നുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പം ഈ ഒരു റെസ്റ്റോറൻറ്റ് കോൺസെപ്റ്റ് വേറെ ആയിരുന്നു. നമ്മൾ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം പല ക്വിസിൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഏത് ക്വിസിന് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അങ്ങനെ ഇതേ മലബാർ കഫേ കണ്ടുപിടിച്ചു. നമ്മുടെ ഷെഫ് കിരൺ വന്നിട്ട് നമ്മുടെ മലപ്പുറം കാരാണ്. അപ്പം നല്ല അടിപൊളി സെർവിങ് ഒക്കെ ആയിട്ടുള്ള ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഗംഭീരമായ ഫുഡായിരുന്നു. തുടക്കം തന്നെ നമ്മളൊരു സുലൈമാനിയിൽ അങ്ങ് തുടക്കം കുറിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി തുളസിയൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സുലൈമാനി ആയിരുന്നു. പിന്നെ പാൽക്കപ്പ ഓർഡർ ചെയ്തു. ഞാനും വിഷ്ണു ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു ഈ പാൽക്കപ്പ. ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യുന്നത്. അടിപൊളിയായിട്ട് ഭയങ്കര ക്രീമി ഒക്കെ ആയിരുന്നു. വിത്ത് ചിക്കൻ ഗ്രേവി ആയിരുന്നു ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് കൊത്തു പൊറോട്ട ആയിരുന്നു, സോറി കിഴി പൊറോട്ട ആയിരുന്നു. പക്ഷെ ഓക്കെ, വലിയൊരു ഗുണമൊന്നുമില്ല, പക്ഷെ ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു. അയ്യോ അത് ഇല്ല കേട്ടോ, അത് കാണുന്നില്ല. ഓക്കെ, അവസാനം നമ്മൾ പാലട പ്രധാനം ഒരു കുലുക്കി സർബത്ത് ഓർഡർ ചെയ്തു. അങ്ങനെ ഇതേ റൂമിലൊക്കെ എത്തി ചെക്കിനൊക്കെ ചെയ്ത് നന്നായി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി എഴുന്നേറ്റിട്ട് നമ്മളിതേ മെല്ലനെ ഡിന്നറൊക്കെ കഴിക്കാൻ പോവാന്ന് വെച്ചിട്ട് നമ്മൾ ഇറങ്ങി. ഡിന്നർ കഴിക്കാൻ പോയത് എന്ന് വെച്ച് കഴിഞ്ഞാല് അതിലും വലിയ സ്പോട്ടിലായിരുന്നു. ലൈക്ക് നമ്മുടെ എന്താ പറയാ, ഹോട്ടലിന്റെ തന്നെ നമ്മുടെ ഒരു ലൗഞ്ച് ഉണ്ടായി. അവിടെയായിരുന്നു നമ്മൾ ഡിന്നർ കഴിക്കാൻ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ പൂൾ ക്ലോസ് ചെയ്യാറായപ്പോഴാണ് പൂളിലെത്തിയത്. ഒരു 10-20 മിനിറ്റ്സ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ പൂളിലൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നാളെ കാണാം.